ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശ്രേയയുടെയും ആകാശിൻ്റെയും പോസ്റ്റർ ഒട്ടിച്ചിട്ടുള്ളത് ആകാശ് തന്നെയാണെന്നുള്ളത് അരവിന്ദ് വന്ന് പറയുകയാണ്. അങ്ങനെ എല്ലാവർക്കും മുന്നിൽ വെച്ച് അരവിന്ദ് തെളിവ് സഹിതം കാണിച്ചു കൊടുക്കുകയാണ്. ആകാശും ശ്രേയയും ഒരുമിച്ച് നിൽക്കുന്ന ഒരുപാട് ഫോട്ടോസുകളുടെ ആ വീഡിയോസ് എടുത്തിട്ടാണ് അരവിന്ദ് വന്നിട്ടുണ്ടാവുക. അങ്ങനെ അരവിന്ദ് എല്ലാവർക്കും മുന്നിൽ അത് കാണിച്ചു കൊടുക്കുമ്പോൾ എല്ലാവരും അത് കാണുമ്പോൾ ആകാശ് തന്നെയാണ് ഇത് ചെയ്തത് എന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ ആകാശ് എല്ലാവരോടും ഇങ്ങനെ ഒച്ച എടുത്തുകൊണ്ട് പറയുകയാണ്, ഇല്ല, എനിക്കറിയില്ല, ഇതിൻ്റെ പിറകിൽ ആരാണ് കളിച്ചത് എന്ന് എനിക്കറിയില്ല, ഞാനിത് ചെയ്തിട്ടില്ല, എന്നെ ഒന്ന് വിശ്വസിക്കുക അച്ഛാ എന്ന് പറയുമ്പോൾ ആരും തന്നെയും വിശ്വസിക്കുന്നില്ല. അങ്ങനെ ചാരുവിനോട് പറയാണ്, കാക്കുത്തി ഞാൻ ചെയ്തിട്ടില്ല, നീ ഒന്ന് എന്നെ വിശ്വസിക്കുക എന്ന് പറയുമ്പോൾ ചാരുവും ആകാശിനെ വിശ്വസിക്കുന്നില്ല. അപ്പോൾ ചാരു പറയണേ, ഞാൻ അക്കുച്ചേട്ടനോട് പറഞ്ഞതല്ലേ ഒരു പെണ്ണിൻ്റെ മാനം വെച്ച് ഇങ്ങനെ ചെയ്യരുത് എന്ന്, എന്നിട്ട് അക്കുച്ചേട്ടൻ എൻ്റെ വാക്ക് കേട്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ ആകാശ് അങ്ങ് ഞെട്ടിപ്പോണി. എന്താ കാക്കുത്തി നീ പറഞ്ഞത്? അപ്പോൾ ഞാൻ പറയുന്നത് നീ പോലും വിശ്വസിക്കുന്നില്ല അല്ലേ? ഞാൻ ചെയ്തിട്ടില്ല, സത്യമായിട്ട് ഞാൻ ചെയ്തിട്ടില്ല അച്ഛ. കാക്കുത്തിയോടൊന്ന് പറഞ്ഞു കൊടുക്ക്, ഞാൻ ചെയ്തിട്ടില്ല ഗോവിന്ദമാമേ, ഞാൻ ചെയ്തിട്ടില്ല, ഇത് എന്താണെന്നുള്ളത് എനിക്കറിയില്ല, ഇത് ആരോ എന്നെ ചതിച്ചതാണ്, എന്നെ കൊടുക്കാൻ വേണ്ടി എന്നെ ചതിച്ചതാണ് എന്ന് ആകാശ് ഒരുപാട് തവണ പറയുമ്പോഴും ആരും അത് വിശ്വസിക്കുന്നില്ല. അപ്പോഴൊക്കെ അരവിന്ദ് പറയണേ, നിൻ്റെ അഭിനയം അങ്ങ് നിർത്തിയേക്കടാ, നീ തന്നെയാണ് ശ്രേയയെ തോൽപ്പിക്കാൻ വേണ്ടി, അവളെ എല്ലാവർക്കും മുന്നിൽ നാണം കെടുത്താൻ വേണ്ടി നീയും അവളും പ്രേമിച്ചിരുന്ന കാലത്തെ ആ ഫോട്ടോസ് മറ്റാരുടെ അടുത്തും ഇല്ലല്ലോ, നിൻ്റെ അടുത്തല്ലേ ഉള്ളത്, അപ്പോൾ നീ തന്നെയാണ് ഇത് ചെയ്തിട്ടുള്ളത് എന്ന് പറയുമ്പോൾ ഇല്ല ഏട്ടാ, ഞാൻ ചെയ്തിട്ടില്ല, നീ എന്നെ ഒന്ന് വിശ്വസിക്കുക, ഞാനല്ല, ഇത് എന്നെ ചതിക്കാൻ വേണ്ടി എന്നെ കൊടുക്കാൻ വേണ്ടി ആരോ ചെയ്തതാണ്, എനിക്ക് അറിയില്ല എന്ന് ഒരുപാട് തവണ ആകാശ് ഒച്ച എടുത്തുകൊണ്ട് പറയുമ്പോഴും ആരും അത് വിശ്വസിക്കുന്നില്ല. ചാരു പോലും വിശ്വസിക്കുന്നില്ല. അപ്പോൾ അമ്മ പറയണ ശരിയാണ്, എൻ്റെ മോൻ പറഞ്ഞത് ശരിയാണ്, എൻ്റെ മോന് ഇങ്ങനെയുള്ള വൃത്തികേടൊന്നും ഒരിക്കലും ചെയ്യില്ല, അവനൊരു ആൺകുട്ടിയാണ്, അവൻ തൻ്റെ ഇടത്തോടു കൂടി തന്നെയാണ് ഇതുവരെയും വളർന്നിട്ടുള്ളൂ, അവൻ എൻ്റെ വാക്കുകൾ കേൾക്കുകയോ എന്നോട് ഇഷ്ടമോ ഇല്ല, പക്ഷേ അവൻ ഒരിക്കലും ഇത് ചെയ്യില്ല, ഇതൊക്കെ ചെയ്തിട്ടുള്ളത് ഇവളായിരിക്കും, ഇവളാണ് ഈ കുടുംബത്തെ നാണം കെടുത്താൻ വേണ്ടി നോക്കുന്നതും ഇവിടേക്ക് വലതുകാല് വെച്ച് കയറി വന്നതും എല്ലാം തന്നെ ഇവൾ തന്നെയായിരിക്കും ഇതിൻ്റെ പിറകിലെന്ന് പറയുമ്പോൾ ബാലൻ പറയണേ, നീ എന്തിനാ എപ്പോഴും ഇവളെ പറയുന്നത്, ഇവളെന്ത് ചെയ്തു, ചാരു ഒരു തെറ്റും ചെയ്തിട്ടില്ല. അപ്പോൾ അനുവും പറയണേ, എന്തിനാണ് അമ്മ എപ്പോഴും ഇങ്ങനെ എത്തിയെ കുറ്റപ്പെടുത്തുന്നത്? അപ്പോൾ ചാരു പറയണ, അമ്മായി ഞാനല്ല, എനിക്കിതൊന്നും അറിയില്ല, അമ്മായിയുടെ മകൻ ചെയ്തതിന് ഞാൻ എന്ത് തെറ്റ് ചെയ്തു? അപ്പോൾ ആകാശ് തന്നെ അങ്ങ് അതിശയിച്ചു പോവാണ്. ചാരു അപ്പോൾ വിശ്വസിക്കുകയാണല്ലോ ഞാനാണ് ചെയ്തത് എന്ന്, ചാരു വിശ്വസിക്കുന്നല്ലോ, ഞാൻ പറയുന്നത് ചാരു വിശ്വസിക്കുന്നില്ലല്ലോ എന്നുള്ള ഭാവത്തിൽ കേട്ടോ. അപ്പോൾ വീണ്ടും അശ്വതിയൊക്കെ പറയണേ, അത് തന്നെ, അമ്മയ്ക്ക് എന്ത് കിട്ടിയാലും ചാരുവിനെ അങ്ങ് കുറ്റപ്പെടുത്തും, ചാരുവിൻ്റെ മേലെ അങ്ങ് കയറും, ചാരു ചെയ്തിട്ടില്ല, പിന്നെ എന്തിനാണ് ആകാശ് ചെയ്തതിന് എന്തിനാ ചാരുവിനെ വെറുതെ പറയുന്നത്? അതൊക്കെ നിങ്ങളുടെ തോന്നലാണ്, ഇവൾ തന്നെയാണ്, ഇവളും ഒളിഞ്ഞിരുന്ന് ഇതെല്ലാം ചെയ്തിട്ടുള്ളതാണ്, എന്നിട്ട് എൻ്റെ മോനെ ആകാശിനെ കുറ്റപ്പെടുത്താൻ വേണ്ടി അവൾ തന്നെ ചെയ്തിട്ടില്ല, അവൾ ഒളിഞ്ഞിരുന്ന് എല്ലാം ചെയ്തു വെച്ചിട്ട് ഇപ്പം മൂങ്ങുന്നത് കണ്ടില്ലേ? അപ്പോൾ ബാലൻ പറയണേ, മതി, ഒന്ന് നിർത്തുന്നുണ്ടോ? എന്തിനും ഏതിനും ചാരുവിനെ അങ്ങ് കുറ്റപ്പെടുത്തും, നിൻ്റെ മോൻ ചെയ്തതിന് എന്തിനാണ് വെറുതെ ചാരുവിനെ കുറ്റപ്പെടുത്തുന്നത്? അപ്പോൾ ഹേമ പറയണേ, ഇപ്പോൾ നിങ്ങൾക്ക് ആകാശ് എൻ്റെ മോനാണെന്ന് പറയാൻ പറ്റുന്നുണ്ടല്ലോ, ഇവൻ എന്തെങ്കിലും തെറ്റ് ചെയ്ത അപ്പോൾ എൻ്റെ മോൻ, അല്ലാത്തപ്പോഴൊക്കെ നിങ്ങളുടെ മോൻ, നിങ്ങൾ ആര് തന്നെ വിശ്വസിച്ചാലും ശരി, എൻ്റെ മോൻ ആകാശ് ഈ തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്, എൻ്റെ മോൻ അങ്ങനത്തെ വൃത്തികേടൊന്നും ചെയ്യുന്ന ആളല്ല എന്ന് ഹേമ പറയുകയാണ്. അപ്പോൾ ഹേമ പറയുന്നത് കേട്ടപ്പോൾ ആകാശിന് എത്ര തന്നെ അമ്മ എന്നെ തള്ളി പറഞ്ഞാലും അമ്മയ്ക്ക് ഞാൻ പറയുന്ന വാക്ക് വിശ്വസിക്കാൻ കഴിയുന്നുണ്ടല്ലോ എന്നുള്ള ഭാവത്തിലാണ് കേട്ടോ നിൽക്കുന്നത്. അപ്പോൾ അരവിന്ദ് പറയണേ, നീ കൂടുതൽ അഭിനയിക്കൊന്നും വേണ്ട, നീ തന്നെയാണ് ശ്രേയയുടെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടി നീ തന്നെയാണ് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ളത്, നിൻ്റെ കയ്യിലാണ് ശ്രേയയുടെയും നിൻ്റെയും ഫോട്ടോ ഉള്ളത്, അപ്പോൾ നീ തന്നെയാണ് ഇത് ചെയ്തിട്ടുള്ളത്, അല്ല ഞാൻ പറയുന്നതൊന്നും നീ വിശ്വസിക്കുക, ഞാൻ ചെയ്തിട്ടില്ല എന്ന് ആകാശ് വീണ്ടും പറയണ. അപ്പോഴത്തേക്കും അവിടേക്ക് പോലീസ് വരികയാണ്. അപ്പോൾ പോലീസ് പറയണ, ആകാശ് നിങ്ങളെ അറസ്റ്റ് ചെയ്യാനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. അയ്യോ സാർ, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, നിങ്ങൾ ശ്രേയ മേഡത്തിനെ അപമാനിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയുള്ള പോസ്റ്റർ ഒട്ടിച്ചത് എന്നാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. അയ്യോ, ആരാണ് ഇങ്ങനെ ഒരു കള്ള പരാതി തന്നത്? ഞാൻ ഇങ്ങനെ ഒരു തെറ്റ് ഞാൻ ചെയ്തിട്ടില്ല, ഇത് എന്നെ കൊടുക്കാൻ വേണ്ടി നിങ്ങളുടെ മേഡം തന്ന കംപ്ലൈൻ്റ് ആണ്, അവർ ഡബിൾ പ്ലേ കളിക്കുകയാണ്, അവർ തന്നെയായിരിക്കും ഇതിൻ്റെ പിറകിൽ, എന്നെ കൊടുക്കാൻ വേണ്ടി അവർ തന്നെയായിരിക്കും ഇങ്ങനെയുള്ള പോസ്റ്റർ ഒട്ടിച്ചിട്ടുള്ളത്, അതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ സോറി ആകാശ് സാർ, നിങ്ങൾ തെറ്റിദ്ധരിച്ചു, ശ്രേയ മേഡം നിങ്ങൾക്കെതിരെ ഒരു കംപ്ലൈൻറ്റും തന്നിട്ടില്ല, നിങ്ങൾ ആ മേഡത്തെ അപമാനിക്കാൻ വേണ്ടി മനഃപൂർവ്വം ചെയ്തതാണെന്നുള്ളത് ഞങ്ങൾക്ക് കിട്ടി, നിങ്ങളുടെ ഇമെയിൽ ഐ ഡിയിൽ നിന്നും നിങ്ങളുടെ പേഴ്സണൽ മെയിൽ ഐ ഡിയിൽ നിന്നും നിങ്ങളാണ് ഈ ഫോട്ടോസ് എല്ലാം തന്നെ സിലേക്ക് അയച്ചു കൊടുത്തത് എന്നുള്ളതിന് തെളിവ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അത് കേട്ടപ്പോൾ ആകാശ് തന്നെ അങ്ങ്
അതിശയിച്ചു പോവാണ്. എൻ്റെ മെയിൽ ഐ ഡിയിൽ നിന്നോ, ഞാൻ പോലും അറിയാതെ എൻ്റെ മെയിൽ ഐ ഡിയിൽ നിന്നോ. അപ്പോൾ അരവിന്ദ് പറയണ, നീ ഇനി അധികം അഭിനയിക്കൊന്നും വേണ്ട. നിൻ്റെ മെയിൽ ഐ ഡിയിൽ നിന്നും ഫോട്ടോസ് അയച്ചിട്ടുണ്ടെങ്കിൽ അത് നീ തന്നെയാണ്, അല്ലാതെ വേറെ ആർക്കും അറിയില്ലല്ലോ. അതും നിൻ്റെ പേഴ്സണൽ മെയിൽ ഐ ഡിയിൽ നിന്നും അയച്ചിട്ടുണ്ടെങ്കിൽ അത് നീ തന്നെയാണ് എന്ന് പറയട്ടോ. അങ്ങനെ ആകാശ് പറയുന്നത് ആര് തന്നെയും വിശ്വസിക്കുന്നില്ല. അങ്ങനെ ആകാശിനെ അറസ്റ്റ് ചെയ്ത് പോലീസുകാർ കൊണ്ടുപോകുന്ന സമയത്ത് ചാരുവിനെ ആകാശ് ഇങ്ങനെ നോക്കുകയാണ്. നീ എന്നെ വിശ്വസിക്കുന്നില്ലല്ലോ എന്നുള്ള ഭാവത്തിലിട്ട്. അങ്ങനെ ചാരു പൊട്ടിക്കരയുകയാണ്. അപ്പോഴേക്ക് അച്ഛാ, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, എന്നെ ഒന്ന് വിശ്വസിക്കുക എന്നൊക്കെ ആകാശ് ബാലനോട് പറയുന്നുണ്ട്. അങ്ങനെ പോലീസുകാർ ആകാശിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവാണ്. അപ്പോൾ ചാരുവിനെ സഹിക്കാൻ കഴിയാതെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ചാരു റൂമിലേക്ക് പോവാൻ കേട്ടോ. പിന്നീട് അരവിന്ദും ഹേമയും കൂടി ശ്രേയയുടെ വീട്ടിലേക്ക് ചെല്ലാണ്. അപ്പോൾ ശ്രേയയുടെ ഫോണിലേക്ക് ഒരുപാട് കോളുകൾ വരികയാണ്. ഈ ഒരു ഫോട്ടോ എല്ലാവരും കണ്ടതുകൊണ്ട് അങ്ങനെ ശ്രേയയുടെ അമ്മയാണ് സംസാരിക്കുന്നത്. അപ്പോൾ ശ്രേയക്ക് ഫോൺ കൊടുക്കാൻ വേണ്ടി പറയുമ്പോൾ ഞാൻ ശ്രേയയുടെ അമ്മയാണ്, ഇതിൽ കൂടുതലൊന്നും ഞങ്ങൾക്കറിയില്ല എന്ന് പറഞ്ഞ് ഫോൺ വയ്ക്കുകയാണ്. അപ്പോഴാണ് ഹേമയും അരവിന്ദും അവിടേക്ക് വരുന്നത്. അപ്പോൾ ശ്രേയ താമസിക്കുന്ന വീടിൻ്റെ പരിസരത്തൊക്കെ ഈ ഫോട്ടോസ് ഒട്ടിച്ചിട്ടുണ്ടാവും. അപ്പോൾ അരവിന്ദ് പറയണേ, കണ്ടില്ലേ ഈ വൃത്തികെട്ടവൻ എന്തൊക്കെയാണ് ഇവിടെ കാണിച്ചു കൂട്ടുന്നത് എന്നൊക്കെ പറഞ്ഞ് ആ ഫോട്ടോസ് എല്ലാം കീറിക്കളയുകയാണ്. അങ്ങനെ അവരെ രണ്ടുപേരും അകത്തേക്ക് കയറി ചെല്ലുന്ന സമയത്ത് ശ്രേയയുടെ അമ്മ അങ്ങ് ദേഷ്യപ്പെടുകയാണ്. എന്തിനാണാവോ നിങ്ങൾ രണ്ടുപേരും ഇപ്പോൾ ഇവിടേക്ക് വന്നത്? എൻ്റെ മകൾ ജീവനോട് ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയാണോ? നിങ്ങളെ കാണുന്നത് പോലും എനിക്കിപ്പോൾ ദേഷ്യമാണ് എന്ന് പറയുമ്പോൾ നിങ്ങളെന്താ ഇപ്പോൾ ഇങ്ങനെ പറയുന്നത് എന്നൊക്കെ ഹേമ പറയാണ്. അങ്ങനെ ഹേമയും അരവിന്ദും കൂടി അകത്തേക്ക് കയറി ചെല്ലാണ്. അപ്പോൾ ശ്രേയ അവിടെ ഇരുന്ന് കരയുകയാണ്. അപ്പോൾ ഹേമ പറയണം, മോളെ നിന്നെ എങ്ങനെ സമാധാനിപ്പിക്കണം എന്നറിയില്ല, എൻ്റെ മോൻ ചെയ്ത ഈ തെറ്റിന് നിന്നോട് എങ്ങനെ മാപ്പ് പറയണം എന്ന് എനിക്കറിയില്ല എന്നൊക്കെ പറയുമ്പോൾ ശ്രേയ മനസ്സുകൊണ്ട് സന്തോഷിക്കുകയാണ്. ശ്രേയ തന്നെയാണ് ഇങ്ങനെ ഒരു ഫോട്ടോസ് പതിപ്പിച്ചതും പോസ്റ്റർ ഒട്ടിച്ചതും എല്ലാം തന്നെ ശ്രേയ തന്നെയാണ്. ശ്രേയയ്ക്ക് ആകാശിൻ്റെ പേഴ്സണൽ മെയിൽ ഐ ഡി അറിയാവുന്നത് കൊണ്ട് അതിലെ ഫോട്ടോസ് എല്ലാം തന്നെ പ്രിൻറ്റിന് അയച്ചു കൊടുത്തതും എല്ലാം തന്നെ ശ്രേയ തന്നെയാണ്. എന്നിട്ട് ശ്രേയ ഒന്നും അറിയാത്ത ഭാവത്തിൽ അഭിനയിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ശ്രേയ പറയുകയാണ്, എന്നോട് ഇങ്ങനെ ഒരു ചതി ആകാശ് ഒരിക്കലും ചെയ്യരുതായിരുന്നു. എല്ലാവർക്കും മുന്നിൽ എന്നെ നാണം കെടുത്താൻ വേണ്ടിയാണ് ആകാശ് ഇങ്ങനെ ഒരു ചതി എന്നോട് ചെയ്തത്. ഇത്രയ്ക്ക് വൃത്തികെട്ടവനെ ആയിരുന്നു ഞാൻ സ്നേഹിച്ചിരുന്നത്. എനിക്കിപ്പോൾ എന്നോട് തന്നെ വെറുപ്പാണ് തോന്നുന്നത് എന്നൊക്കെ പറഞ്ഞ് ശ്രേയ അഭിനയിക്കുകയാണ് കേട്ടോ. അങ്ങനെ അമ്മ ആകാശിനെ ശപിക്കാൻ വേണ്ടി ഒരുങ്ങുകയാണ്. എൻ്റെ വയറ് നൊന്ത് പറയുകയാണ്, ഇങ്ങനെ ഒരു വൃത്തികെട്ടവൻ ഒരു കാലത്തും എന്നങ്ങ് പറയാൻ ഒരുങ്ങുമ്പോഴത്തേക്കും ശ്രേയ പറയണ, വേണ്ട അമ്മ, എന്തിനാണ് വെറുതെ അവരുടെ മോനെ ശപിക്കുന്നത്? എത്രയായാലും ഇവർക്ക് ഇവരുടെ മോനല്ലേ. അപ്പോൾ എന്തായാലും അവരുടെ മനസ്സിൽ ഇങ്ങനെ ഒരു സങ്കടം ഉണ്ടാകുമല്ലോ. അപ്പോൾ ഹേമ പറയണേ, എൻ്റെ മോനൊക്കെ തന്നെയാണ്, പക്ഷേ അവൻ ഇപ്പോൾ എങ്ങനെ ഒരു വൃത്തികേടിന് ഒരുങ്ങിയോ അതോടുകൂടി എനിക്കിപ്പോൾ അവനോട് അത്രയ്ക്ക് ദേഷ്യവും വെറുപ്പുമാണുള്ളത്. ഇങ്ങനെയൊക്കെ അവൻ ചെയ്യുന്നതല്ല, അവനെക്കൊണ്ട് ആ കച്ചവടക്കാരി ചെയ്യിപ്പിക്കുന്നതാണ്, അല്ലാതെ ഇതൊരിക്കലും എൻ്റെ മോൻ ആകാശ് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല. എന്തായാലും മോൾക്ക് ഒന്നും മനസ്സിൽ വെച്ചേക്കരുത്. എത്രയും പെട്ടെന്ന് നിൻ്റെയും അരവിന്ദിൻ്റെയും വിവാഹം നടക്കണം. എന്നിട്ട് ഇതിനെല്ലാം കണക്ക് അവളോട് ചോദിക്കണം. ആ തുണിക്കച്ചവടക്കാരിയെ അവിടെ വെച്ച് കരയിപ്പിക്കണം. അവളെ ആ വീട്ടിൽ നിന്നും അടിച്ചു പുറത്താക്കണം. അതിന് നിൻ്റെയും അരവിന്ദിൻ്റെയും വിവാഹം നടക്കണം എന്ന് പറയുമ്പോൾ ഇതൊക്കെ കേട്ടുകൊണ്ട് നിൽക്കുന്ന ശ്രേയയ്ക്ക് മനസ്സിലേക്ക് വല്ലാത്ത ഒരു സുഖം തോന്നുകയാണ്. ഇതൊക്കെ ചെയ്തത് ഞാൻ തന്നെയാണ്, എന്നിട്ട് സ്വന്തം അമ്മ പോലും മകനെ വിശ്വസിക്കുന്നില്ലല്ലോ എന്നുള്ള ഭാവത്തിലിട്ടോ. എന്നിട്ട് ശ്രേയ കരഞ്ഞുകൊണ്ട് പറയാണ്, ഇതിപ്പോൾ ഈ കല്യാണം ആര് തന്നെ തടക്കാൻ വേണ്ടി നോക്കിയാലും ഈ കല്യാണം നടക്കാതിരിക്കില്ല. അതിനിപ്പോൾ ഈശ്വരൻ വന്ന് പറഞ്ഞാൽ പോലും ഈ കല്യാണം ഇനി നടക്കാതിരിക്കില്ല. ഇത് ഈ ശ്രേയ തീരുമാനിച്ചതാണ്. എൻ്റെയും അരവിന്ദിൻ്റെയും വിവാഹം ഉറപ്പായും നടന്നിരിക്കും. നിങ്ങൾ അതിനെക്കുറിച്ചൊന്നും ഓർത്ത് വിഷമിക്കേണ്ട എന്ന് പറഞ്ഞുകൊണ്ടാണ് ഹേമയെയും അരവിന്ദിനെയും ശ്രേയ അവിടെ നിന്നും പറഞ്ഞു വിടുന്നത്. അപ്പോൾ ശ്രേയ മനസ്സിൽ ഉദ്ദേശിച്ചതുപോലെ കാര്യങ്ങളൊക്കെ നടന്നല്ലോ എന്നുള്ള ഭാവത്തിൽ അപ്പോൾ ശ്രേയയുടെ അമ്മ അവരോട് പറയുന്നുണ്ട്, എനിക്ക് അവനെ കാണണം, അവനോട് 2 വാക്ക് സംസാരിക്കണം എന്ന് പറയുമ്പോൾ അതിന് അവനെ ഇനി കാണണമെങ്കിൽ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോയാൽ മതി. അവനെ പോലീസുകാർ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. അതുകൂടി കേട്ടപ്പോൾ ശ്രേയയ്ക്ക് ഒരുപാട് സന്തോഷമാവുന്നുണ്ട് കേട്ടോ. അങ്ങനെ ശ്രേയ അവരുടെ മുന്നിൽ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് അഭിനയിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ശ്രേയയുടെ അമ്മ പറയണേ, ഞാൻ അവനെ സ്റ്റേഷനിൽ പോയി കാണുന്നുണ്ട്, എന്നിട്ട് അവനോട് എനിക്ക് 2 വാക്ക് പറയണം. അവൻ ഇനി ഒരിക്കലും പുറം ലോകം കാണില്ല, അവൻ ഇനി അകത്ത് തന്നെ കിടക്കും എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നീട് ആകാശ് സ്റ്റേഷനിലെത്തിയ ശേഷം പോലീസിനോട് പറയണേ, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഇതിലെന്തോ ഒരു ചതിയുണ്ട്, എന്നെ കൊടുക്കാൻ വേണ്ടി ആരോ ചെയ്തതാണ് എന്ന് പറയുമ്പോൾ പോലീസ് പറയണേ, നിങ്ങൾ പറയുന്നത് ശരിയാണെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ മെയിൽ ഐ ഡിയിൽ നിന്നാണ് പോയിട്ടുള്ളത് ഫോട്ടോസ്. അപ്പോൾ അതെല്ലാം തന്നെ എങ്ങനെ പോയി എന്നാണ് നിങ്ങൾ പറയുന്നത്? നിങ്ങളുടെ കയ്യിലുള്ള ഫോട്ടോ മറ്റ് മൂന്നാമതൊരാൾക്ക് എങ്ങനെ കിട്ടാനാണ് എന്ന് ചോദിക്കുമ്പോൾ അതെനിക്ക്
എനിക്കറിയില്ല. പക്ഷെ ഞാനല്ല. നിങ്ങൾ ഇനി കൂടുതൽ സംസാരിക്കേണ്ട. നിങ്ങൾ ചെയ്തത് വലിയൊരു തെറ്റാണ്. ഒരു പെണ്ണിൻ്റെ മാനമാണ് നിങ്ങൾ ഇല്ലാതാക്കിയിട്ടുള്ളത്. ഇത് ഒരിക്കലും ക്ഷമിക്കാൻ കഴിയുന്ന ഒരു തെറ്റല്ല. അതുകൊണ്ട് നിങ്ങൾ ഇനി കൂടുതൽ സംസാരിച്ചിട്ടൊന്നും ഒരു കാര്യവുമില്ല. നിങ്ങൾക്ക് കടുത്ത ശിക്ഷ തന്നെയാണ് ലഭിക്കുക. നിങ്ങൾ ഒരു പെണ്ണിൻ്റെ ജീവൻ വെച്ചാണ് കളിച്ചിട്ടുള്ളത്. നിങ്ങൾക്കെതിരെ സ്ട്രോങ് കേസാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് കൂടുതലൊന്നും സംസാരിക്കേണ്ട എന്ന് പറയുമ്പോൾ ആകാശ് പറയുന്നുണ്ട്, അപ്പോഴും ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, എന്നെ ഒന്ന് വിശ്വസിക്കുക എന്ന് പറയുമ്പോൾ ആരും വിശ്വസിക്കാൻ കൂട്ടാക്കുന്നില്ല. പിന്നീട് ശ്രേയ ഓഫീസിലെത്തുകയാണ്. അപ്പോൾ ഓഫീസിലുള്ള സ്റ്റാഫുകളും നാട്ടുകാരും എല്ലാവരും ഇതിനെക്കുറിച്ച്, ഈ ഫോട്ടോ കണ്ടതിനെക്കുറിച്ച് അടക്കം പറയുകയാണ്. അങ്ങനെ ശ്രേയ തലയും താഴ്ത്തി ഓഫീസിലേക്ക് ചെല്ലുന്ന സമയത്ത് ഓഫീസിലെ സ്റ്റാഫുകളെല്ലാം തന്നെ ശ്രേയയുടെ ഒപ്പം നിൽക്കുകയാണ്. ആകാശ് ഇത്രയ്ക്ക് വൃത്തികെട്ടവനാണെന്നുള്ളത് ഞങ്ങൾ അറിഞ്ഞില്ല. മേഡത്തിനോട് ഇങ്ങനെ ഒരു ചതി ആകാശ് ചെയ്യുമെന്നുള്ളത് ഞങ്ങൾ കരുതിയില്ല. അരവിന്ദിൻ്റെയും മേഡത്തിൻ്റെയും വിവാഹം നിശ്ചയിച്ചതില്ല. അത് ആകാശിന് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അതിന് ഇങ്ങനെ ഒരു ചതിയാണോ മേഡത്തിനോട് ചെയ്യേണ്ടിയിരുന്നത്? ഒരു കണക്കിന് ആകാശ് അഭിമാനിക്കുകയല്ലേ വേണ്ടത്? മേഡത്തെ പോലെ ഒരാൾ അവരുടെ വീട്ടിലേക്ക് മകളായി ചെല്ലുന്നത് കൊണ്ട് അഭിമാനിക്കുകയല്ലേ വേണ്ടത്? ആകാശ് ഇത്രയ്ക്ക് വൃത്തികെട്ടവനാണെന്ന് ഞങ്ങൾ ആരും കരുതിയില്ല എന്നൊക്കെ ശ്രേയയോട് സ്റ്റാഫുകൾ എല്ലാവരും കൂടി ചേർന്ന് പറയുകയാണ്. അപ്പോൾ എല്ലാവരും ആകാശിനെ കുറ്റപ്പെടുത്തി സംസാരിക്കുമ്പോൾ ശ്രേയ ഒന്നും മിണ്ടാതെ നേരെ ഓഫീസിലേക്ക് കയറി പോവാണ്. പിന്നീട് ചാരു ആലോചിച്ച് നിൽക്കുകയാണ്, ആരാവും അക്കുച്ചേട്ടനെ ചതിച്ചിട്ടുണ്ടാവുക? ഒരിക്കലും അക്കുച്ചേട്ടൻ ഇത് ചെയ്തിട്ടില്ല എന്നൊക്കെ ചാരു വിശ്വസിക്കുന്നുണ്ട്. അപ്പോഴാണ് അമൃത ചാരുവിൻ്റെ ഫോണിലേക്ക് വിളിക്കുന്നത്. ചാരു, ആകാശ് ഇങ്ങനെയൊക്കെ ചെയ്യുമെന്നുള്ളത് കരുതിയില്ല, ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്നൊക്കെ ചോദിക്കുമ്പോൾ ചാരു പറയണേ, ഇല്ല, ഒരിക്കലും അക്കുച്ചേട്ടനല്ല ഇത് ചെയ്തിട്ടുള്ളത്. ഇത് അക്കുച്ചേട്ടനെ കൊടുക്കാൻ വേണ്ടി മറ്റാരോ ആണ് ചെയ്തിട്ടുള്ളത്. എനിക്ക് ഉറപ്പുണ്ട്, അക്കുച്ചേട്ടനെ ചതിക്കാൻ വേണ്ടി മറ്റാരോ ആണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അമൃത പറയണേ, എന്തായാലും ആകാശല്ല ഇത് ചെയ്തത് എന്ന് ചാരു വിശ്വസിക്കുന്ന സ്ഥിതിക്ക് ഇനിയിപ്പോൾ ശ്രേയ ഒരിക്കലും അവരുടെ ഫോട്ടോസൊക്കെ ഇങ്ങനെ പോസ്റ്ററായിട്ട് ചെയ്യില്ലല്ലോ, പോസ്റ്റർ ഒട്ടിക്കില്ലല്ലോ. അതുകൊണ്ട് ശ്രേയമായില്ല, പിന്നെ മറ്റാരായിരിക്കും? എന്തായാലും നീ എത്രയും പെട്ടെന്ന് ചാരു അതാരാണെങ്കിലും നീ കണ്ടുപിടിക്കണം, എന്നിട്ട് ആകാശിൻ്റെ നിരപരാധിത്വം തെളിയിക്കണം എന്ന് പറയട്ടോ. അപ്പോൾ ചാരു ഉറപ്പായി ഞാനത് തെളിയിച്ചിരിക്കും എന്ന് പറഞ്ഞിട്ടാണ് ഫോൺ വെക്കുന്നത്. പിന്നീട് ബാലനും ചാരുവും അശ്വതിയും അനുവും രമേശനും ഇങ്ങനെ ഇതിനെക്കുറിച്ച് തന്നെ ചിന്തിച്ചുകൊണ്ട് അവിടെ എടുക്കുകയാണ് വിഷമത്തോടു കൂടി. അപ്പോഴൊക്കെ ബാലൻ്റെ ഫോണിലേക്ക് കോളുകൾ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. എല്ലാവരും ഈ ഒരു പോസ്റ്റർ കണ്ടിട്ട് ബാലന് മറുപടി പറഞ്ഞ് മുട്ടിയിരിക്കുകയാണ്. അപ്പോൾ ആകാശിനെ ബാലൻ കുറ്റപ്പെടുത്തുകയാണ്, ഇങ്ങനെ ഒരു സ്വഭാവം ആകാശിനുണ്ടാകുമെന്ന് ഞാൻ കരുതിയില്ല, എന്തായാലും ഇത്രയ്ക്ക് തരം താഴ്ന്ന പ്രവൃത്തി ആകാശ് ചെയ്യരുതായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ചാരു പറയാണ്, ഇല്ല ബാലമാമേ, അക്കുച്ചേട്ടൻ ഒരിക്കലും ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടില്ല, ഇത് ഉറപ്പാണ്. ഇത് അക്കുച്ചേട്ടനെ കൊടുക്കാൻ വേണ്ടി മറ്റാരോ ചെയ്തതാണ്. ഞാനും ആ സമയത്ത് അക്കുച്ചേട്ടൻ തന്നെയാണ് ഇത് ചെയ്തത് എന്ന് ഞാൻ വിശ്വസിച്ചു. പക്ഷേ ഇപ്പോൾ ഇരുന്ന് ആലോചിക്കുമ്പോൾ അക്കുച്ചേട്ടൻ ചെയ്തിട്ടില്ല എന്ന് തന്നെ എനിക്ക് ഉറപ്പാണ്. ബാലമാമ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്ക്, എത്രത്തോളം നാണക്കേടാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. ഒരിക്കലും അക്കുച്ചേട്ടൻ ഇത് ചെയ്യില്ല. ഇതിപ്പോൾ ഈ കുടുംബത്തിന് കൂടി നാണക്കേടുള്ള ഒരു കാര്യമാണ്. ശ്രേയക്ക് മാത്രമല്ലല്ലോ, അക്കുച്ചേട്ടനും ഇത് നാണക്കേടുണ്ടല്ലോ, ഈ കുടുംബത്തിനെയും ഇത് ബാധിക്കും. അതുകൊണ്ട് ഒരിക്കലും അക്കുച്ചേട്ടനല്ല ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തിട്ടുള്ളത്. അങ്ങനെ ചാരു പറയുന്നത് കേട്ടപ്പോൾ അശ്വതിയും അനുവും ബാലനും രമേശനും ചാരു പറയുന്നതിലും കാര്യമുണ്ട്. അപ്പോൾ ഗോവിന്ദൻ പറയണ, ബാല, നീ വളർത്തിയ നിന്റെ മോനാണ് ആകാശ്, അവനെക്കുറിച്ച് നീ എപ്പോഴും പറയുന്നതല്ലേ അവൻ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്യുമെന്നുള്ളത്? എനിക്കും തോന്നുന്നില്ല, ഇതിലെന്തോ ചതി നടന്നിട്ടുണ്ട്. അതൊക്കെ കേട്ടപ്പോൾ ബാലനും ചാരു പറയുന്നതിൽ കാര്യമുണ്ട് എന്ന് മനസ്സിലാക്കുകയാണ്. അങ്ങനെ ബാലനും ചാരുവും കൂടി ആകാശിനെ കാണാൻ വേണ്ടി സ്റ്റേഷനിലേക്ക് ചെല്ലാണ്ടോ. ചാരു ആകാശിനെ കാണുമ്പോൾ പൊട്ടിക്കരയുകയാണ്. ബാലൻ പോലീസിനോട് അനുമതി വാങ്ങുകയാണ്, ആകാശിനെ ഒന്ന് കണ്ട് സംസാരിക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ അതിനെന്താ, നിങ്ങൾക്ക് സംസാരിക്കാം. അങ്ങനെ സംസാരിച്ച ശേഷം ആകാശ് പറയാണ്, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഇത് എന്നെ കൊടുക്കാൻ വേണ്ടി ആരോ ചെയ്ത ചതിയാണ്, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. കൊത്തി, നീ എന്നെ വിശ്വസിക്കുന്നുണ്ട്? അപ്പോൾ ചാരു, എനിക്ക് എൻ്റെ അക്കുച്ചേട്ടനെ വിശ്വാസമാണ്. അപ്പോൾ ബാലൻ പോലീസിനോട് പറയണേ, എൻ്റെ മോൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഇത് അവനെ ചതിക്കാൻ വേണ്ടി ആരോ ചെയ്തതാണ്, അവനെ വെറുതെ വിടണം സാർ. അപ്പോൾ പോലീസ് പറയണേ, ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല, കേസ് നല്ല സ്ട്രോങ് ആണ്. ഇനി ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം, ശ്രേയ മേഡം കേസ് കൊടുത്തത് പിൻവലിക്കണം. ശ്രേയ മേഡം ആകാശിനെതിരെ കംപ്ലൈൻറ്റും കേസൊന്നും തന്നിട്ടില്ല, പക്ഷേ ഞങ്ങൾ കംപ്ലൈൻറ്റ് കിട്ടിയ സ്ഥിതിക്ക് സംശയത്തിൻ്റെ പേരിലാണ് ആകാശിനെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ആകാശിനെ വെറുതെ വിടാൻ ശ്രേയ മേഡം കംപ്ലൈൻറ്റ് പിൻവലിച്ചാൽ ആകാശിനെ വെറുതെ വിടാം, നിങ്ങൾക്ക് ശ്രേയ മേഡത്തിനോടൊന്ന് സംസാരിച്ചാൽ മതി എന്ന് പറയട്ടോ. അങ്ങനെ ബാലനും ചാരുവും സ്റ്റേഷനിൽ നിന്ന് പോവുകയാണ്. അങ്ങനെ പോകുന്ന സമയത്തൊക്കെ അവിടെയുള്ള പോസ്റ്ററുകൾ കാണുമ്പോൾ ബാലനും ചാരുവിനും നല്ല സങ്കടം വരുന്നുണ്ട്. അങ്ങനെ ചാരു അതിൽ നിന്നും
ഒരു പോസ്റ്ററിൻ്റെ ഫോട്ടോ എടുക്കുകയാണ് ട്ടോ. അപ്പോൾ ബാലൻ ചോദിക്കുകയാണ്, എന്തിനാണ് മോളെ നീ അതൊക്കെ ഫോട്ടോ എടുക്കുന്നത്, അതൊക്കെ നിനക്ക് വിഷമാവില്ലേ എന്ന് പറയുമ്പോൾ, അല്ല ബാലമാമേ, എനിക്ക് ഈ ഫോട്ടോ കൊണ്ട് ഒരു കാര്യമുണ്ട് എന്നും പറഞ്ഞ് അവിടെയുള്ള ഫോട്ടോസൊക്കെ വലിച്ചു കീറുകയാണ്. എന്നിട്ട് വീട്ടിലേക്ക് പോവുകയാണ് ട്ടോ. അപ്പോൾ വീട്ടിലാണെങ്കിലോ ശ്രേയ അവിടെ എത്തിയിട്ടുണ്ടാവും. ശ്രേയയും അരവിന്ദും ഹേമയും അനുവും അശ്വതിയും രമേശനൊക്കെ ഇരിക്കുന്നുണ്ടാവും ട്ടോ. അപ്പോൾ ബാലൻ, ശ്രേയയുടെ വണ്ടിയാണല്ലോ, എന്തിനാണാവോ അവരിപ്പോൾ ഇവിടേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ചാരു, എന്തിനാണെന്ന് അറിയില്ലല്ലോ ബാലമാമേ, നമുക്ക് പോയി സംസാരിക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ അകത്ത് കയറി ചെല്ലുന്നത്. അങ്ങനെ ഇനി ശ്രേയ തന്നെയാണ് ഇതിൻ്റെ പിറകിൽ കളിച്ചത് എന്നുള്ള കാര്യം ചാരു അറിയുകയാണ്. അതിനെക്കുറിച്ചുള്ള റിവ്യൂ അടുത്ത വീഡിയോയിൽ പറയാം.